Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU 2024 സ്കീം S4 Maths ഗ്രൂപ്പ് ബി ആൻഡ് സി മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3യിലെ ടെസ്റ്റ് കൺസേണിംഗ് എ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ലാർജ് സാമ്പിൾ ടെസ്റ്റും സ്മോൾ സാമ്പിൾ ടെസ്റ്റും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ടെസ്റ്റ് കൺസേണിംഗ് എ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടെസ്റ്റ് നമ്മൾ എന്താ ഹൈപ്പോത്തസിസ് കൺസേണിംഗ് എ പോപ്പുലേഷൻ മീൻ ആണ് പഠിച്ചത്. ഇത് നമ്മൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ വെച്ചിട്ടുള്ള ടെസ്റ്റ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് അതിൽ ലാർജ് സാമ്പിൾ ടെസ്റ്റ്, അതായത് സാമ്പിൾ സൈസ് ലാർജ്, എന്നിന്റെ വാല്യൂ ലാർജ് ആയിട്ടുള്ള കേസ്. അതിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത് പി ഈക്വൽ ടു പി നോട്ട് ആണ്. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോപ്പുലേഷനിലെ എത്ര സക്സസ് ഉണ്ട്, നമ്പർ ഓഫ് സക്സസിന്റെ പ്രൊപ്പോർഷനെയാണ് പി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ പിക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തു, പി നോട്ട് എന്ന് പറയുന്ന വാല്യൂ, നൾ വാല്യൂ. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു പി ക്യാപ് മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ അതിൽ ഈ പി ക്യാപ് എന്ന് പറയുന്നത് സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ എടുക്കുന്ന പോപ്പുലേഷന്റെ ഒരു സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പോൾ ആ പോപ്പുലേഷന്റെ ആ സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ, പോപ്പുലേഷന്റെ അല്ല, ആ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ പ്രൊപ്പോർഷനാണ് പി ക്യാപ്പ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ഡിവൈഡഡ് ബൈ എൻ. അതായത് സാമ്പിൾ സൈസിൽ നിന്ന് എത്രത്തോളം നമ്പർ ഓഫ് സക്സസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന പോലെ. അതാണ് എക്സ് ഡിവൈഡഡ് ബൈ എൻ, നമ്പർ ഓഫ് സക്സസ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ആയിരിക്കും, സൈസ് സാമ്പിൾ എടുക്കുന്നത്. ആ സാമ്പിളിൽ എത്രത്തോളം സക്സസ് വന്നിട്ടുണ്ട്, അതാണ് എക്സ് ബൈ എൻ, ദാറ്റ് ഈസ് സാമ്പിൾ പ്രൊപ്പോർഷൻ. ഇതിൽ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത് പി ഈക്വൽ ടു പി നോട്ട് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തൊക്കെ വരാം? പി ഗ്രേറ്റർ ദാൻ പി നോട്ട്, പി ലെസ് ദാൻ പി നോട്ട്, പി നോട്ട് ഈക്വൽ ടു പി നോട്ട്. പി ഗ്രേറ്റർ ദാൻ പി നോട്ട് ആണെങ്കിൽ കറസ്പോണ്ടിങ് റിജക്ഷൻ റീജിയൻ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫയാണ്, അത് അപ്പർ ടെയിലാണ്. പി ലെസ് ദാൻ പി നോട്ട് ആണെങ്കിൽ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സെഡ് ആൽഫ, ലോവർ ടെയിൽ. പി നോട്ട് ഈക്വൽ ടു പി നോട്ട് ആണെങ്കിലോ ഐദർ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ഓർ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സെഡ് ആൽഫ ബൈ 2, ടു ടെയിൽ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇപ്പൊ മീനിന്റെ കേസിൽ വന്നിരുന്ന കേസ് അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. അവിടെ നമ്മൾ മീൻ യൂസ് ചെയ്തു, ഇവിടെ നമ്മൾ പ്രൊപ്പോർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കർവ് ഏതാണ്? നോർമൽ കർവ് തന്നെയാണ്, ബെൽ ഷേപ്ഡ് നോർമൽ കർവ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബെൽ ഷേപ്ഡ് നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ ഈ കർവ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അപ്പർ ടെയിലും ലോവർ ടെയിലും പറഞ്ഞാൽ ഇത് അപ്പർ ടെയിൽ, ഇത് ലോവർ ടെയിൽ. ഈ പി നോട്ടിക്കൽ ടു പി നോട്ടിൽ ഏതെങ്കിലും ഒരു കേസ് മാത്രം, ടു ടെയിൽ കേസാണ്. അപ്പർ ടെയില് വരുന്നത് ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ, ലോവർ ടെയില് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, തേർഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലാണ് രണ്ട് ടെയിലും വരുന്നത്. അപ്പോൾ ആൽഫ എന്നുള്ളത് ആൽഫ ബൈ 2 ആയിട്ട് വരും. ഈ റീജിയൻ ആൽഫ ബൈ 2 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പത്തെ മൊഡ്യൂൾ ടോപ്പിക്സിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ. നമ്മുടെ ഈ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എൻ പി സീറോന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആവണം. അതുപോലെ എൻ ഇൻറ്റു 1 മൈനസ് പി സീറോയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കണം. അതായത് സാമ്പിൾ സൈസും പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ നമ്മൾ എടുക്കുന്നത് നമ്പർ ഓഫ് സക്സസിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പ്രൊപ്പോർഷനും മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആവണം. അതുപോലെ എൻ ഇൻറ്റു 1 മൈനസ് പി സീറോയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആയാൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ ടെസ്റ്റ് പ്രൊസീജിയർ വാലിഡ് ആവുള്ളൂ. ഇനി പ്രോബ്ലം നോക്കാം. നാച്ചുറൽ കോർക്ക് ഇൻ വൈൻ ബോട്ടിൽസ് ഈസ് സബ്ജect to deterioration and as a result wine in such bottles may experience contamination. An article reported that in a testing of commercial chardonnays 16 of 91 bottles were considered spoiled to some extent by cork associated characteristics. Does this data provide strong evidence for concluding that more than 15% of all such bottles are contaminated in this way? Let's carry out a test of hypothesis using a significance level of 0.10. അപ്പോൾ ഇവിടെ പറയേണ്ടത് എന്താണ്?
വൈൻ ബോട്ടിൽ നാച്ചുറൽ കോർക്ക് യൂസ് ചെയ്യുമ്പോൾ ഡിറ്റീരിയോറേഷൻ വരുന്നുണ്ട്, അതനുസരിച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് മോർ ദാൻ 15% ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് ലെവൽ ഓഫ് നമുക്ക് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് നടത്തണം. അത് നടത്തേണ്ട ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.10 ആണെന്ന്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? നൾ ഹൈപ്പോത്തിസിസ് ആദ്യം എഴുതണം. ഇപ്പം പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കോർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രകാരം സ്പോയിൽ ചെയ്തിട്ടുള്ള ബോട്ടിൽസിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും പി എന്ന് പറയുന്നത്. ദ ട്രൂ പ്രൊപ്പോർഷൻ ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ചാർഡോണി ബോട്ടിൽസ് കൺസിഡേർഡ് സ്പോയിൽഡ് ടു സം എക്സ്റ്റെൻറ്റ് ബൈ കോർക്ക് അസോസിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് പി. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പോയിൽ ചെയ്തിട്ടുള്ള കോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് കാരണം സ്പോയിൽ ആയിട്ടുള്ള വൈൻ ബോട്ടിൽസിൻ്റെ ആണ് ട്രൂ പ്രൊപ്പോർഷൻ ആണ് പി ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ കേടായി വന്നിട്ടുള്ള ബോട്ടിൽസിൻ്റെതാണ് പ്രൊപ്പോർഷനാണ് പി. അപ്പം അത് അത് 15%-നേക്കാളും കൂടുതലാണോ, മോർ ദാൻ 50, അത് ആ 15%-നേക്കാളും കൂടുതലാണോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? H0 P ഈക്വൽ ടു 0.15 എന്ന് കൺസിഡർ ചെയ്തു. അപ്പം അതിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? P ഗ്രേറ്റർ ദാൻ 0.15 ആണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് പോപ്പുലേഷൻ പെർസെൻറ്റേജ് 15%-നേക്കാൾ കൂടുതലാവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഓഫ് ബോട്ടിൽസിൻ്റെ എണ്ണം എത്രയാണ്? സാമ്പിൾ സൈസ് 91 ആണ്. അപ്പോൾ n ഇൻറ്റു P0 നോക്കൂ, 91 ഇൻറ്റു 0.15, അത് 13.65 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 10. ഇനി n Q0 എന്ന് പറഞ്ഞാൽ 1 - P0 തന്നെയാണ് Q0 എന്ന് പറയുന്നത്. 1 - P0 ആണ് Q0. അപ്പോൾ n ഇൻറ്റു Q0 എന്ന് പറഞ്ഞാൽ 91 ഇൻറ്റു 0.85, ദാറ്റ് ഈസ് 77.35, അതും ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ലാർജ് സാമ്പിൾ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P' - P0 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് P0 ഇൻറ്റു 1 - P0 ഓൾ ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ നമുക്ക് പി ക്യാപ്പ് കാണണം. പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷൻ. സാമ്പിൾ പ്രൊപ്പോർഷൻ നമ്മളിൽ എന്താ എടുക്കണേ? 91. അതിൽ എത്ര സക്സസ് വന്നു? 16. ഇതിൽ സക്സസ് എന്ന് പറയുന്നത് 16 ഔട്ട് ഓഫ് 91 എന്ന് പറയുന്നത് ഇതായി പോണു, സ്പോയിൽ ചെയ്ത് പോണു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ സക്സസ് എന്ന് പറയുന്നത് ആ 16 കേടായി പോകുന്ന വൈൻ ബോട്ടിലിൻ്റെ എണ്ണമാണ് 16. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 91 ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പിൾ പ്രൊപ്പോർഷൻ 0.1758 വന്നു. ദെൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ക്യാപ് മൈനസ് പി നോട്ട് ആണ്. ദാറ്റ് ഈസ് 0.1758 മൈനസ് പി നോട്ട് എന്താണ്? നൾ ഹൈപ്പോത്തിസിസിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ 0.15 ഓൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് P0, ദാറ്റ് ഈസ് 0.15 ഇൻറ്റു 1 - P0 ഓർ Q0, 0.85 ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ 91. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.69 കിട്ടി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് 0.69 ആണ്. ഇനി നമുക്ക് ആൽഫ സിഗ്നിഫിക്കൻസ് ലെവലിനെ വെച്ചിട്ട് സെഡ് ആൽഫ എന്താ വരേണ്ടത് നോക്കാം. ആൽഫ എന്ന് പറയുന്നത് 0.01 ആണ്. അപ്പോൾ സെഡ് ആൽഫ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പി ഗ്രേറ്റർ ദാൻ എന്നുള്ള ടേമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുക സെഡ് ആൽഫയാണ്. ടു ടെയിൽ ടെസ്റ്റിലാണ് പി സെഡ് ആൽഫ ബൈ 2 യൂസ് ചെയ്യുക. അപ്പർ ടെയിൽ ടെസ്റ്റിലും ലോവർ ടെയിൽ ടെസ്റ്റിലും സെഡ് ആൽഫയാണ് വരിക. അപ്പോൾ 0.01ൻ്റെ വാല്യൂ സെഡ് 0.01ൻ്റെ വാല്യൂ 1.28 ആണ്. ഓക്കെ, അപ്പോൾ സെഡ് ആൽഫ ബൈ 2ന് വേറെ വാല്യൂ ആണ് വരിക. അതാണ് ഞാനിവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. സെഡ് ആൽഫയ്ക്ക് 1.28 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സെഡ് ആൽഫ നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവലിൽ കിട്ടിയ വാല്യൂ 1.28 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ 0.69 ആണ്. അത് ലെസ് ആണ്, അതായത് അത് ക്രിട്ടിക്കൽ റീജിയനിലല്ല കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ റിജക്ഷൻ റീജിയൻ. അപ്പം നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്, അത് റിജക്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. Next question. A common characterization of obese individuals is that their body mass index is at least 30. An article reported that in a sample of female workers, 262 had BMIs of less than 25, 159 had BMI that were at least 25 but less than 30, and 120 had BMI exceeding 30.
Is there compelling evidence for concluding that more than 20% of the individuals in the sample proportion are obese? State and test appropriate hypothesis using the rejection region approach with a significance level of 0.05. അതായത് എന്താ ക്വസ്റ്റ്യൻ? ഒബീസ് ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒബീസ് ആയി കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് അറ്റ്ലീസ്റ്റ് 30 എങ്കിലും വരും. അറ്റ്ലീസ്റ്റ് 30, അതായത് 30 ഓർ എബോവ്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ്? 262 വർക്കേഴ്സിന്റെ BMI എന്ന് പറയുന്നത് <25 ആണ്. <25 ആണ്. ഇനി 159 വർക്കേഴ്സിന്റെ BMI എന്ന് പറയുന്നത് 25നും 30ക്കും ഇടയിൽ. Then 120 had BMI exceeding 30. 30ക്ക് കൂടുതലായി അത് എന്തായി? ഒബീസ് കേസാണ്. <25 പ്രശ്നമില്ല. 25നും 30നും ഇടയിലുള്ളത് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതെന്താ പറയണേ? ഈ എവിഡൻസ് എല്ലാം വെച്ച് നമുക്ക് മോർ ദാൻ 20% ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഇൻ ദ സാമ്പിൾഡ് പ്രൊപ്പോർഷൻ ആർ ഒബീസ് എന്ന് പറയാൻ പറ്റുമോ? അതായത് ഈ മൊത്തം വർക്കേഴ്സിലെ 20%ഉം ഒബീസ് ആണെന്ന് ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എങ്ങനെ സിഗ്നിഫിക്കൻസ് ലെവൽ എടുക്കണം? 0.05 വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് നടത്തി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എന്തെടുക്കാം? 20% അല്ലേ? മോർ ദാൻ 20%. അപ്പോൾ മോർ ദാൻ 20% ആണെന്ന് പറയുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എടുത്തു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.20. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ത് വരും? P എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0.20 അങ്ങനെ എടുത്തു. ഇനി നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ സാമ്പിൾ സൈസ് n എങ്ങനെ വരും? നമ്മൾ സ്പ്ലിറ്റ് ചെയ്താ പറഞ്ഞത് അല്ലേ ഓരോ വർക്കേഴ്സിന്റെയും. ആദ്യം ലെസ് ദാൻ 25 വന്നു, പിന്നെ 25ന്റെയും 30ന്റെയും ഇടയിൽ, പിന്നെ ഗ്രേറ്റർ ദാൻ 30. അങ്ങനെ 262 പ്ലസ് 159 പ്ലസ് 120 541 ആണ് സാമ്പിൾ സൈസ്. നമ്പർ ഓഫ് ഒബീസ് ഇൻഡിവിജ്വൽസ് എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 30 വന്നതാണ് ഒബീസ്, ദാറ്റ് ഈസ് 120. സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ x/n ആണ്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏത് കേസാണ്? ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസാണ്. നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഒബീസ് ആയിട്ടുള്ള പീപ്പിൾ ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് 541ഉം x എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഇവിടെ ഒബീസ് കേസാണ്, ദാറ്റ് ഈസ് 120 ആണ്. അപ്പോൾ 120/541 ദാറ്റ് ഈസ് 0.2218 വരും. ഇപ്പോൾ ഈ സാമ്പിൾ സൈസ് n എന്ന് പറയുന്നത് 541 ലാർജ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാം. സെറ്റ് ടെസ്റ്റിന്റെ ഇക്വേഷൻ എഴുതി p cap minus p naught divided by square root of p naught into 1 minus p naught divided by n. ഇനി ഇതിൽ p naught നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 0.20 ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പോപ്പുലേഷൻ അതായത് നൾ ഹൈപ്പോത്തസിസ് ആണ്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1.267 വന്നു. എന്ത്? കാൽക്കുലേറ്റഡ് സെറ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെഡ് ആൽഫ കണ്ടുപിടിക്കണം. ഗ്രേറ്റർ ദാൻ കാരണം അപ്പർ ടെയിൽ ടെസ്റ്റ് ആണ്, സോറി ലെസ് ദാൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലോവർ ടെയിൽ ടെസ്റ്റ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. അപ്പോൾ റൈറ്റ് ടെയിൽഡ് ടെസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, അപ്പർ ടെയിൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ആണ് 0.05. ഇപ്പൊ ടേബിളിൽ നിന്ന് നമുക്ക് സെഡ് 0.05ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1.645 ആണ്. അപ്പൊ നമ്മുടെ റിജക്ഷൻ റീജിയൻ അപ്പർ ടെയിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നോർമൽ സെറ്റ് കർവില് ഇവിടെ വരും സെഡ് ഗ്രേറ്റർ ദാൻ 1.645. അപ്പൊ നമുക്ക് സെറ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 1.645, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 1.267 ആണ്. അത് റിജക്ഷൻ റീജിയനിലല്ല, അക്സെപ്റ്റൻസ് റീജിയനിലാണ് കിടക്കുന്നത്. അപ്പൊ എന്തായി? നമുക്ക് വി ഫെയിൽ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അതായത് there is not compelling evidence to conclude that more than 20% of the individuals in the sample population are obese. അതായത് മോർ ദാൻ 20%ഉം ഒബീസ് ആണ് നമുക്ക് പറയാനുള്ള എവിഡൻസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല എന്നതാണ് കൺക്ലൂഷൻ. ഓക്കെ.
അപ്പോൾ ഇതിൽ ആൽഫ 0.05 ആണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ടൈൽ ടെസ്റ്റ് ആണ്. HA ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ബേസ് ചെയ്തിട്ടാണ് ഏത് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അനുമാനിക്കുക. അപ്പോൾ റൈറ്റ് ടൈൽ ടെസ്റ്റ് ആണ് എടുക്കുന്നത്. കാരണം Z ഗ്രേറ്റർ ദാൻ Z ആൽഫ അതാണ് 0.05. ഇപ്പോൾ Z 0.05ന്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ് 1.645. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി റിജക്ഷൻ റീജിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? അപ്പോൾ റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ അപ്പർ ടൈൽ ടെസ്റ്റ് ആകുമ്പോൾ Z ഗ്രേറ്റർ ദാൻ 1.645 ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നമുക്ക് കിട്ടിയത് 1.267 ആണ്. അത് ഈ 1.6നേക്കാളും ലെസ് ആണ്. അപ്പോൾ അത് അക്സെപ്റ്റൻസ് റീജിയനിലാണ് ഈ വാല്യൂ കിടക്കുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കിടക്കുന്നത് അക്സെപ്റ്റൻസ് റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോർ ദാൻ 20% ഇൻഡിവിജ്വൽസും ഒബീസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഈ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് വെച്ച് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റാൻഡം സാമ്പിൾ ഓഫ് 150 recent donations at a certain blood bank reveals that 82 were type A blood. Does this suggest that the actual percentage of type A donations differ from 40%, the percentage of the population having type A blood? Carry out a test of appropriate hypothesis using a significance level of 0.01. Would your conclusion have been different if a significance level of 0.05 had been used? അപ്പോൾ നമുക്ക് 150 ആൾക്കാരുണ്ട്. ആ 150 ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിൽ നിന്ന് 82 പേരുടെയും ടൈപ്പ് A ബ്ലഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ടൈപ്പ് A ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നതും മൊത്തം പോപ്പുലേഷനിൽ ടൈപ്പ് A ബ്ലഡ് ഉള്ള ആൾക്കാരുടെ പെർസെൻറ്റേജിൽ നിന്നും 40% ഡിഫറൻസ് ഉണ്ടോ എന്ന് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.01 എടുത്തിട്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് 0.05 എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടിൻ്റെയും കൺക്ലൂഷൻ ഡിഫറെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? 40% ആണല്ലോ ഡിഫറൻസ് വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ P എന്ന് പറയുന്നത് 0.40. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് P നോട്ട് ഈക്വൽ ടു 0.40. സിഗ്നിഫിക്കൻസ് ലെവൽ രണ്ടെണ്ണം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും കണ്ടുപിടിക്കണം. ആൽഫ 1 0.01, ആൽഫ 2 0.05. സാമ്പിൾ സൈസ് എത്രയാണ്? 150 പേരാണ് ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 150. അതിലെ നമ്പർ ഓഫ് ടൈപ്പ് A ബ്ലഡ് ഡൊണേഷൻ, അതായത് നമ്മുടെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് X ഈക്വൽ ടു 82 ആണ്. അതിൽ നിന്നും സാമ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് X/N, ദാറ്റ് ഈസ് 182/150, അപ്രോക്സിമേറ്റ്ലി 0.5467. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് Z ഈക്വൽ ടു P cap minus P naught divided by square root of P naught into 1 minus P naught divided by N. അതായത് 0.5467 minus 0.40 divided by square root of 0.40 into 1 minus 0.40 divided by 150. That is approximately 3.6675. അപ്പോൾ നമുക്ക് ആൽഫ 0.1ന്റെ കേസിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് P നോട്ട് ഈക്വൽ ടു എന്നുകൊണ്ടാണ് 0.40 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേസ് ആകുമ്പോൾ 2 tail ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ 2 tail ടെസ്റ്റിൽ ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് 0.01 കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ വാല്യൂ പ്ലസ് ഓർ മൈനസ് 2.576 അല്ലെങ്കിൽ 2.58 എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 2 tail ടെസ്റ്റ് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോർമൽ കർവ്, അപ്പർ ടെയിലും ലോവർ ടെയിലും റിജക്ഷൻ റീജിയൻ വരും. ഓരോ റിജക്ഷൻ റീജിയനിലെയും ഏരിയ α/2 ആണ്. അപ്പോൾ α/2 Z α/2 എന്ന് പറയുന്നത് 2.576 മൈനസ് 2.57. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് 3.6675 ആണ്. അത് ഈ എന്താ പറയുക ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ റിജക്ഷൻ റീജിയൻ്റെ ഉള്ളിലല്ല വരുന്നത്. റിജക്ഷൻ റീജിയൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ? 3.6675 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2.576 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ റിജക്ഷൻ റീജിയനിലാണ്. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഏരിയ ആണ് അക്സെപ്റ്റൻസ് റീജിയൻ. ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക്
എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഷെയ്ഡഡ് പോർഷനിൽ വന്നു കഴിഞ്ഞാൽ എച്ച് നോട്ട് അത് റിജക്റ്റ് ചെയ്യും. ഇത് ഷെയ്ഡഡ് പോർഷനിൽ അല്ലെങ്കിൽ റിജക്ഷൻ റീജിയനിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളത് ഫെയിൽ ടു ഇറ്റ് ഫോൾസ് വിതിൻ ദ ഫെയിൽ അല്ല ഫോൾസ് വിതിൻ ദ റിജക്ഷൻ റീജിയൻ. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് അറ്റ് ദ 0.01 സിഗ്നിഫിക്കൻസ് ലെവലിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തേക്കാണ്. ഇനി ടു ടൈൽഡ് ടെസ്റ്റ് വിത്ത് ആൽഫ 0.05 ആണെങ്കിലോ സെഡ് ആൽഫയുടെ വാല്യൂ ±1.96 ആണ്. ഇവിടെ α/2 ആണ് നമ്മൾ യൂസ് ചെയ്യുക, അതുകൊണ്ടാണ് 1.96 വാല്യൂ വരുന്നത്. ആൽഫയ്ക്ക് സെഡ് ആൽഫയുടെ വാല്യൂം സെഡ് α/2ന്റെ വാല്യൂം ഡിഫറെൻ്റ് ആണ്, അത് ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ ടു ടൈൽ ടെസ്റ്റ് വരുമ്പോഴാണ് ടു ടൈൽ ടെസ്റ്റിൽ കിട്ടുന്ന വാല്യൂ അല്ല ലോവർ ടൈലിലും അപ്പർ ടൈലിലും വരുന്ന വാല്യൂ ഒരേ സിഗ്നിഫിക്കൻസ് ലെവലിൽ. കാരണം ലോവർ ടൈലിലും അപ്പർ ടൈലിലും നമ്മൾ സെഡ് ആൽഫയാണ് കണ്ടുപിടിക്കുക, ടു ടൈലില് സെഡ് α/2 ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്ത് വരും? സെഡ് ലെസ് ദാൻ -1.96 ഓർ സെഡ് ഗ്രേറ്റർ ദാൻ 1.96. നമുക്ക് കിട്ടിയത് 3.6675 ആണ്. ഉറപ്പായിട്ട് അത് 1.96നും ഗ്രേറ്റർ ആണ്. അതും റിജക്ഷൻ റീജിയനിൽ തന്നെയാണ് വരിക. നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവല് 0.05 യൂസ് ചെയ്താലും 0.01 വന്നാലും എച്ച് നോട്ട് റിജക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3.6675 ഗ്രേറ്റർ ആണ് 1.96നേക്കാളും. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തു അറ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് 0.05. അപ്പോൾ ഇൻ ബോത്ത് കേസസിലും നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആക്ച്വൽ പെർസെൻറ്റേജ് ഓഫ് ടൈപ്പ് ഡൊണേഷൻസ് ഡിഫർ ഫ്രം 40%. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A plan for an executive travelers club has been developed by an airline on the premise that 5% of its current customers would qualify for membership. A random sample of 500 customers yielded 40 who would qualify. Using this data, test at level 0.01 the null hypothesis that the company's premise is correct against the alternative that it is not correct. അപ്പോൾ ഒരു ക്ലബിലെ അംഗമാവാൻ എന്താ പറയുക മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഒരു ക്ലബിലെ മെമ്പർഷിപ്പ് കിട്ടാൻ ആ എയർലൈൻ്റെ 5% ഓഫ് കസ്റ്റമേഴ്സിന് പറ്റും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു 500 കസ്റ്റമേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ 40 വുഡ് ക്വാളിഫൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് 0.01 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ച് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണോ അതോ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. നോക്കാം. അപ്പം നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ 5%, ദാറ്റ് ഈസ് 0.05 ആണ്. പി എന്ന് പറയുന്നത് എന്താണ്? ട്രൂ പ്രൊപ്പോർഷൻ ഓഫ് ക്വാളിഫയിങ് കസ്റ്റമേഴ്സ് ക്വാളിഫൈ ചെയ്യുന്നത് 5% ആണ് എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്, ദാറ്റ് ഈസ് പി നോട്ട് ഈക്വൽ ടു 0.05. ഇനി സാമ്പിൾ സൈസ് ആയിട്ട് തന്നിരിക്കുന്നത് സാമ്പിൾ ഓഫ് 500 കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n ഈക്വൽ ടു 500 ആണ്. നമ്പർ ഓഫ് സക്സസസ് എക്സ് ഈക്വൽ ടു 40 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.01. സാമ്പിൾ പ്രൊപ്പോർഷൻ പി ക്യാപ് എന്ന് പറഞ്ഞാൽ x/n, ദാറ്റ് ഈസ് 0.08 വന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് ഈക്വൽ ടു എന്ത് വന്നു? പി ക്യാപ് മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ n. ദാറ്റ് ഈസ് പി ക്യാപ് എന്ന് പറഞ്ഞാൽ 0.08 മൈനസ് 0.05 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പി നോട്ട് 0.05 ഇൻറ്റു 1 മൈനസ് 0.05 ഡിവൈഡഡ് ബൈ 500. അതായത് അപ്രോക്സിമേറ്റ്ലി 3.078 ആണ് നമുക്ക് സെഡ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ആയിട്ടുള്ള സെഡ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആൽഫ സിഗ്നിഫിക്കൻസ് ലെവൽ 0.01 ആണ്. നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ ടു ടൈൽ ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ സെഡ് α/2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെഡ് α/2ന്റെ വാല്യൂ എന്താ നോക്കാം. ആൽഫ 0.01 ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.58 പ്ലസ് ഓർ മൈനസ് 2.58. ഈ 2.58നേക്കാളും ഗ്രേറ്റർ ആണ് 3.078 എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെ വരുന്നു? റിജക്ഷൻ റീജിയനിൽ വരും. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ് ആൻഡ് ദ കമ്പനീസ് പ്രിമൈസ് ഈസ് നോട്ട് കറക്റ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ടൈൽ ടെസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരുന്നു. 2 ഏരിയയിലുണ്ട്. ആൽഫ ഇവിടുത്തെ ഏരിയ α/2, ഇവിടുത്തെ ഏരിയയും α/2. അപ്പോൾ ആൽഫ 0.01 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് വാല്യൂ
എന്ന് പറഞ്ഞാൽ 0.01/2ൻ്റെ വാല്യൂ 0.005 അതിൻ്റെ വാല്യൂ 2.58 ആണ്. അതായത് ഇവിടുത്തെ വാല്യൂ 2.58 ആണ്. നമുക്ക് കിട്ടിയ സെഡിൻ്റെ വാല്യൂ എന്താ 3.078 ആണ്. അത് ഈ പോർഷനിലാണ് കിടക്കുക. റിജക്ഷൻ റീജിയൻ ആണ് ഈ ഷെയ്ഡഡ് പോർഷൻ. റിജക്ഷൻ റീജിയൻ ആണ് ഷെയ്ഡഡ് പോർഷൻ. അക്സെപ്റ്റൻസ് റീജിയൻ ഈ ബ്ലാങ്ക് ഏരിയ ആണ്. ഇതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ടെസ്റ്റ് കൺസേണിങ് എ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. നമ്മളിപ്പോൾ പഠിച്ചത് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ്. അതിൽ വ്യത്യാസം എന്താണ്? സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. നമ്മൾ ഇത്ര നേരം പഠിച്ചത് ലാർജ് സാമ്പിൾ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആണ്. അപ്പോൾ സാമ്പിൾ സൈസ് സ്മോൾ ആയി കഴിഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് കറക്റ്റ് അക്യുറേറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് P=P0 എടുത്തു. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് P greater than P0 എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എക്സ് ഈസ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ. അപ്പോൾ അപ്പർ ടെയിൽ റീജിയൻ ആണ്. അപ്പോൾ P greater than P0 ആണ് നമ്മളെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ അപ്പർ ടെയിൽഡ് റിജക്ഷൻ റീജിയന്റെ ഫോം എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ? അപ്പർ ടെയിൽ ടെസ്റ്റിന്റെ അതേ അപ്പർ ടെയിൽ ടെസ്റ്റ് നോട്ടിക്കൽ ആണെങ്കിൽ ഈ കേസ് ആണ് വരിക. ഈ വാല്യൂ ആണ് സി. When H0 is true, H0 true ആണെങ്കിൽ എക്സിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n ആൻഡ് P0. H0 ട്രൂ ആണെങ്കിൽ. അപ്പോൾ ടൈപ്പ് 1 എറർ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എന്താണ് ടൈപ്പ് 1 എറർ? H0 ട്രൂ ആവുന്ന കേസിലും അത് റിജക്ട് ചെയ്യുന്നതാണ് ടൈപ്പ് 1 എറർ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് H0 ഈസ് റിജക്റ്റഡ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി when x follows binomial distribution n, P0. H0 റിജക്ട് ചെയ്യാതെ ഈ എക്സിന്റെ വാല്യൂ റിജക്ഷൻ റീജിയനിൽ വരിക എന്നല്ല. എക്സിന്റെ വാല്യൂ റിജക്ഷൻ റീജിയനിൽ വരിക എന്ന് പറഞ്ഞാൽ എക്സ് ഇവിടെ ഈ റീജിയനിൽ എവിടെയെങ്കിലും വരിക. അതിന്റെ അർത്ഥം എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ സി എന്നല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ സി, സിനേക്കാളും വലുതാണ് എക്സ്. അങ്ങനെ വരുമ്പോഴാണ് റിജക്ഷൻ റീജിയനിൽ വരിക. അപ്പോഴാണ് ടൈപ്പ് 1 എറർ വരുന്നത്. അപ്പോൾ അതിന് എനിക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ 1 മൈനസ് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതിന് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി മൈനസ് 1 വെൻ എക്സ് ഫോളോസ് ബൈനോമിയൽ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ n, P0. n സാമ്പിൾ സൈസ് P0 എന്ന് പറഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷൻ അല്ല, നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുത്ത പ്രൊപ്പോർഷൻ. ദാറ്റ് ഈസ് 1 മൈനസ് ബൈനോമിയൽ distribution of c minus 1, n, P0. ഇതിന്റെ വാല്യൂ ഈ ബി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇതിന്റെ വാല്യൂ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ആൽഫ ഈക്വൽ ടു ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്. ഇനി അതിലെ ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേറ്റീവ് ഫെയിലിംഗ് ടു റിജക്ട് H0 when the alternative hypothesis actually true. നമ്മുടെ HA ആയിരുന്നു ട്രൂ, പക്ഷെ നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യുന്ന കേസിനെയാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. H0 അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ HA ആയിരുന്നു ട്രൂ. ശരി, അങ്ങനെ വരുന്ന കേസാണ് ടൈപ്പ് 2 എറർ. അപ്പോൾ അതിന് നമ്മൾ അറ്റ് സം സ്പെസിഫിക് വാല്യൂ P ഡാഷ്. അപ്പോൾ ബീറ്റ ഓഫ് P ഡാഷ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ സി വെൻ എക്സ് ഫോളോസ് ബൈനോമിയൽ പ്രൊപ്പോർഷൻ ഓഫ് n, P ഡാഷ്. അപ്പോൾ ഇതിൽ നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഈ റീജിയനിൽ വന്നു, എക്സ് ഇവിടെ വന്നു. അതിൻ്റെ അർത്ഥം എന്താ? സി ആണ് ഗ്രേറ്റർ ആയിട്ട് വരിക. എക്സ് ലെസ് ദാൻ സി വന്ന കേസ്. അപ്പോൾ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സി മൈനസ് 1, n, P ഡാഷ്. ഓക്കെ, അതാണ് ടൈപ്പ് 2 എററിൻ്റെ വരാനുള്ള അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിന് ഈ വാല്യൂ കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ കിട്ടുക. ഇതും നമുക്ക് ടേബിളിൽ നിന്ന് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ബൈനോമിയൽ ടേബിളിൽ നിന്ന്. ഇനി വേറൊരു കേസ് എന്താ വെച്ചാൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. അതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓൾ നമ്പേഴ്സ് ആണ് കിട്ടുക. 1, 2, 3, 4 അങ്ങനെ വരുന്ന വാല്യൂസ് ആണ്. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ 2.3 അല്ലെങ്കിൽ 2.45 അങ്ങനെ ഒരു വാല്യൂസ് ഇല്ല. ഡിസ്ക്രീറ്റ് കേസസ് ആണ്.
അപ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവലിൽ എക്സാക്ട്ലി 0.05 വാല്യൂ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വി ചൂസ് ലാർജസ്റ്റ് റിജക്ഷൻ റീജിയൻ, അതായത് സ്മോളസ്റ്റ് പോസിബിൾ ക്രിട്ടിക്കൽ വാല്യൂ സി such that type 1 error probability does not exceed our target alpha. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ലാർജസ്റ്റ് റിജക്ഷൻ റീജിയൻ എടുക്കും. അതായത് അതിലെങ്ങനെ വരും? ടൈപ്പ് 1 എററിൻ്റെ പ്രോബബിലിറ്റി ആൽഫേനേക്കാളും എക്സീഡ് ചെയ്യാത്ത രീതിയിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ C8 ആണെന്ന് വയ്ക്കുക, ആൽഫ 0.03 ആണ്. C7 ആണെങ്കിൽ ആൽഫ 0.07 ആണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് 0.05 ആണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യുക? ഈ C=8 ഉണ്ട്, C=7 ഉണ്ട്. ഇതിൽ ഏത് ചൂസ് ചെയ്യും? C=8 ആണ് എടുക്കുക. കാരണം C=7 എടുത്താൽ അത് 0.5നേക്കാൾ കൂടുതലായി പോകും ആൽഫയുടെ വാല്യൂ. നമ്മുടെ വാല്യൂ ആൽഫ എപ്പോഴും ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ ഇത് 0.03 എന്ന് പറയുന്നത് ലെസ് ദാൻ 0.05 അല്ലേ, അതുകൊണ്ട് C=8 ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നൾ ഹൈപ്പോത്തസിസ് P=P0 ആണ്. അപ്പർ ടൈൽഡ് ആയിട്ടുള്ള ലോവർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എടുത്തു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എക്സ് നമ്പർ ഓഫ് സക്സസ് ആണ്. റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. ഇവിടെ പി ഗ്രേറ്റർ ദാൻ വന്നാൽ ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. ഡിസിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ചൂസ് സി സോ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. ഇതിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും ആൽഫയുടെ ഉള്ളിൽ തന്നെ കിടക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഓക്കെ. A plastic manufacturer has developed a new type of plastic trash can and proposes to sell them with an unconditional 6-year warranty. To see whether this is economically feasible, 20 prototype cans are subjected to an accelerated life test to stimulate 6 years of use. The proposed warranty will be modified only if the sample data strongly suggests that fewer than 90% of such cans would survive the 6-year period. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചർ ഫേമാണ്, അവരൊരു പുതിയ ടൈപ്പ് പ്ലാസ്റ്റിക് ട്രാഷ് ക്യാൻ പ്രപ്പോസ് കൊണ്ടുവന്നു. അത് 6 ഇയർ വാറൻറ്റി കൊടുത്തിട്ട് വിൽക്കാനാണ് അവരുടെ തീരുമാനം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ആദ്യം 20 പ്രോട്ടോടൈപ്പ് ക്യാൻസിന് ഒരു ലൈഫ് ടെസ്റ്റ് നടത്തി. ഈ 6 ഇയേഴ്സ് വാറൻറ്റി കൊടുക്കണോ വേണ്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഈ വാറൻറ്റി മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത സാമ്പിൾ ഡാറ്റയിലെ, അതായത് ആ 20 പ്രോട്ടോടൈപ്പ് ക്യാൻ, അതിൽ ഫ്യൂവർ ദാൻ 90%നേക്കാൾ കുറവ് ക്യാനുകൾ 6 ഇയർ പീരീഡ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അവർ വാറൻറ്റി പീരീഡിൽ മോഡിഫിക്കേഷൻ നടത്തും. അപ്പോൾ നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഓൾ ക്യാൻ ദാറ്റ് സർവൈസ് ദ ഐസൊലേറ്റഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് പാസ്സാവുന്ന ക്യാനുകളുടെ അതിൻ്റെ പ്രൊപ്പോർഷനെയാണ് പി ആയിട്ട് ഇതിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നൾ ഹൈപ്പോത്തസിസും എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് P0 എന്ന് പറയുന്നത് 0.9 ആയിരിക്കും. നോക്കാം. നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് പറയുന്നത് P=0.9. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് P എന്ന് പറയുന്നത് ലെസ് ദാൻ 0.9. ഫ്യൂവർ 90% അല്ലേ നമ്മൾ പറഞ്ഞു ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് P ലെസ് ദാൻ 0.9. സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ 0.05. അപ്പോൾ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? ലെസ് ദാൻ ആയാലും HA ലെസ് ദാൻ ആണെങ്കിൽ ഈ ബൈനോമിയൽ ഈ പോയിന്റ് ഇതിന്റെ വാല്യൂ C,20,0.9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവണം? 0.05 ആവണം. ഈ സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിയുടെ ഏത് വാല്യൂവിലാണ് ഈ പ്രൊപ്പോർഷൻ, ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ഇടയിൽ ഇത് വരുന്നത്. അപ്പോൾ നമുക്കത് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 15 നോക്കുമ്പോഴാണ് ഇത് എക്സാക്ട് 0.05 അല്ല നമുക്ക് വരിക, 0.04 സംതിങ് ആണ് വരിക. അപ്പോൾ അത് എക്സാക്ട് ആൽഫയുടെ വാല്യൂവിൻ്റെ അടുത്ത് വരുന്നത് എക്സിന് 15 വാല്യൂ കൊടുക്കുമ്പോഴാണ്. അത് ടേബിൾ നോക്കിയാലാണ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ആ ബൈനോമിയൽ ടേബിൾ എന്ന് പറയുന്നത് എന്നിൻ്റെ ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. എന്നിൻ്റെ 5 ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, അത് കഴിഞ്ഞ് എന്നിൻ്റെ 10, അങ്ങനെ ഓരോരോ വാല്യൂ. അപ്പോൾ ഇതിൽ എന്നിൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ n=20യുടെ പോർഷനിൽ പോയി കഴിഞ്ഞിട്ട് മുകളിൽ 0.9 ഈ പിയുടെ വാല്യൂ 0.9 എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വാല്യൂ ഏതാണ്? 0.9. ഇവിടെ n20 0.9 ഇവിടെ വാല്യൂസ് കൊടുക്കുന്നുണ്ട് 1 2
അപ്പോൾ ഇവിടെ 50 എന്നുള്ള വാല്യൂ ഉണ്ടായിരിക്കും. അത് ഇത് ജോയിൻ ചെയ്യണം. ഇവിടുത്തെ വാല്യൂ 0.04 സംതിങ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂ നമുക്ക് ഇതാണ് നമ്മൾ നോക്കുന്നത്. ഈ 0.9ൻ്റെ ലൈൻ, ഈ 0.9ൻ്റെ താഴെയുള്ള ആ കോളത്തിൽ 0.05നോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ ഏതാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് 0.04 സംതിങ് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കും. അത് 15 ആയിട്ട് കിട്ടും. 14 ആകുമ്പോൾ അത് വേറെ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ 15 നമ്മൾ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 നമ്മൾ ഫൈനലൈസ് ചെയ്തു. ഓക്കെ, ഇതോടെ നമ്മൾ പോപ്പുലേഷൻ പ്രപ്പോർഷനെ കൺസേണിങ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസിലെ ലാർജ് സാമ്പിൾ ടെസ്റ്റും സ്മോൾ സാമ്പിൾ ടെസ്റ്റുള്ള പ്രോബ്ലംസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇതാണ് ബൈനോമിയൽ പ്രോബബിലിറ്റീസ് ടേബിൾ. ഇപ്പോൾ ഇതിൽ n ഈക്വൽ ടു 15 കേസിലുള്ള ടേബിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പ്രോബിലിറ്റി ഓഫ് x, n, p ഓർഡറിലാണ് നമ്മൾ എഴുതുക. x എന്ന് പറയുന്നത് 7, n ഈക്വൽ ടു 15, p ഈക്വൽ ടു 0.20ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 0.9958 ആണ്. ഓക്കെ, അതുപോലെ വേറൊരു വാല്യൂ പറയുകയാണെങ്കിൽ ഇപ്പോൾ 0.10നും 0നും കറസ്പോണ്ടിങ് ആയിട്ട് n ഈക്വൽ ടു 15ൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 0.2059. അങ്ങനെ ഈ ടേബിൾ ഏത് വാല്യൂ നമുക്ക് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. താങ്ക് യു.